Here's my notebook. My dreams, write them down. Write down your dreams. Write down your dreams. Don't forget to write down your dreams. More silence. More silence. And now, it's time to go. My journey to where I'm going is steady and still silent. Hi guys, എല്ലാ മാന്യ പ്രേക്ഷകർക്കും മധുരമിഠായി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സൗദാമിനി തച്ചമ്പാറ എവിടെയാണെന്ന് അറിയാമോ? കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ നിന്നും 30 കിലോമീറ്റർ മാത്രം അടുത്തുള്ള ഒരു ഏരിയയാണ് നമ്മുടെ കൊച്ചു ഗ്രാമമാണ് നമ്മുടെ തച്ചമ്പാറ. അവിടെ ഹൃദയഭാഗത്തായി ഒരു ഷോറൂമുണ്ട്. പുറമെ നോക്കിയാലേ ആ ഷോറൂം ചെറുതാണ്, പക്ഷെ അകത്ത് പോയാൽ അതിവിശാലമായ എൻ്റെ ഭഗവാനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അതിൻ്റെ ആ ഷോറൂമിൻ്റെ ഓണർ എൻ്റെ അടുത്തുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ് ചേച്ചി, ഞാൻ സുനന്ദ. കണ്ടതിൽ സന്തോഷം. എനിക്ക് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞു തരുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, ഇരിക്കുമോ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സുനന്ദനെ കുറിച്ചും സുനന്ദയുടെ സ്ഥാപനത്തിനെ കുറിച്ചും ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? ഞാൻ സുനന്ദ. നമ്മളുടെ ഷോപ്പിൻ്റെ പേര് അഞ്ജലി ബൊട്ടിക്കാണ്. ഒപ്പം തന്നെ ബ്യൂട്ടി പാർലറും നടത്തുന്നുണ്ട്. രണ്ടും കൂടിയായിട്ടാണ്. ഒരു ചെറുപ്പത്തെ എനിക്ക് ഇഷ്ടം ഡിസൈനിങ്ങിനോടാണ്. ആ ഒരു ഇഷ്ടത്തിനെ മനസ്സിലാക്കിയിട്ട് എൻ്റെ അച്ഛൻ ഒരു മെഷീൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഫ്രോക്കുകളെ കാര്യങ്ങളെ ഓരോന്നങ്ങനെ ചെയ്ത് ചെറിയൊരു റൂമാണ് എടുത്തിരുന്നത്. പിന്നീട് അതിന്ന് ഓരോ റൂമുകൾ കൂട്ടി ഒരു 3-4 റൂമുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുട്ടികൾ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പോകുന്നു. സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് തുടങ്ങണം എന്നുള്ള അതിനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? കുട്ടിക്കാലം മുതൽ കൊണ്ട് എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോടാണ് ഇഷ്ടം. അപ്പം മാഗസിനിലൊക്കെ വരുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ നമ്മളുടെ വീട്ടിലുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നീട് നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ അത് പഠിക്കാനോ പോകാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അതിൽ 1-2 പേര് സ്റ്റിച്ചിങ് പഠിപ്പിക്കുമെന്ന് ചോദിച്ച് വന്നു. വീണ്ടും സ്റ്റിച്ചിങ് പഠിപ്പിക്കലിലൂടെ വന്നു. പിന്നെ സ്റ്റിച്ചിങ് കൂടി ഫാഷൻ ഡിസൈനിങ്, പെയിൻറ്റിങ്, എംബ്രോയ്ഡറി വർക്ക് എല്ലാ വർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സ്ഥാപനം ഒരു 17 വർഷമായി നല്ല നിലയിൽ പോകുന്നുണ്ട്. ഈ ബൊട്ടിക്ക് ആരംഭിച്ചപ്പോൾ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ തോതിൽ തുടങ്ങി വെച്ചതാണ്. അതിനനുസരിച്ച് എനിക്ക് ആൾക്കാരുടെ സഹകരണം ഉണ്ടായിരുന്നു. അത് കാരണം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും എല്ലാത്തിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു വനിതാ സംരംഭകയായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? വനിതാ സംരംഭക എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ദൂരസ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അല്ലെങ്കിൽ ഞാനും ഷോപ്പിലുള്ള വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കുട്ടികളായിട്ടാണ് ഞാൻ പോയി പർച്ചേസ് ചെയ്യും കാര്യങ്ങളും ചെയ്യുക. ഒരു ദിവസത്തിലധികം വേണ്ടി വന്നാൽ നമുക്കത് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അത് ഈ ആദ്യത്തെ കാലത്തായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷേ ഇപ്പോഴൊക്കെ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതും പോയി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളൊന്നും ഇപ്പം ഇല്ല. ഞാൻ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ബൊട്ടിക്കിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളുടെ ഷോപ്പിലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ഉണ്ട്. അതിൽ ആരായാലും ഏത് മോഡൽസ് വേണമെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അത് നമുക്ക് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് അതേമാതിരി ബീഡ്സ് വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക്, അങ്ങനെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കസ്റ്റമേഴ്സിന് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം. പിന്നെ മെറ്റീരിയലും ഉണ്ട്, ചുരിദാർ മെറ്റീരിയലുണ്ട്, സാരികളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുള്ളത്.
പുതിയ ഫാഷൻ ട്രെൻഡുകൾ എങ്ങനെയാണ് പിന്തുടരുന്നത്? ഇന്നത്തെ കാലത്ത് ഫാഷനാണ് കൂടുതൽ. എല്ലാവർക്കും പുതിയ മോഡലുകൾ. ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത മോഡലിലേക്ക് കിടക്കാറുള്ളൂ. ഇപ്പോൾ അനുദിനം മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനനുസരിച്ച് തന്നെ ഏത് മോഡൽ വേണം, അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു മെറ്റീരിയൽ കണ്ടാൽ അറിയാം അതിൽ ഇന്ന ഡിസൈൻ ചെയ്യാൻ പറ്റിയ നന്നായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമായി അങ്ങനെ തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുടുംബവും ബിസിനസ്സുമായിട്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത്? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ആദ്യമൊക്കെ അതിനൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എന്നാലും ഫാമിലിയൊക്കെ ഹെൽപ്പ് ചെയ്യുകൊണ്ട് അങ്ങനെയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ മക്കളായിരുന്നു ഞാൻ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അവർ ഞാൻ ചെല്ലുന്നവരെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ആങ്ങളുടെ അടുത്തൊക്കെ പോയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ വന്നാൽ വൈകിട്ടാണ് പോവാറ്. അതിനൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും നിൽക്കുക, അതൊന്നും സാധിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ അത്രയും ശ്രദ്ധയും ആത്മാർത്ഥതയും കൊണ്ടാണ് നമുക്ക് ഇന്നിങ്ങനെ വളരാനും കഴിഞ്ഞത്. ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് സുനന്ദയ്ക്ക് പറയാനുള്ളത്? എനിക്ക് ചെറിയ മക്കൾ തന്നെയായിരുന്നു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത്. കാരണം എനിക്ക് ഒന്നാമത് വരുമാനം അത്യാവശ്യമാണ്. നമ്മളെല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാവണ പോലെ എനിക്കും ഉണ്ടായിരുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ. ആ ടൈമിൽ നമുക്ക് അതൊരു വരുമാനം അത്യാവശ്യമായി തോന്നി. പിന്നെ എൻ്റെ ഇഷ്ടവും അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ചെറിയ കുട്ടികളായിരുന്നു. ആ സമയത്ത് തന്നെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ നിര വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലരും വിചാരിക്കണ ഫാമിലി സപ്പോർട്ട് വേണം, അതുകൊണ്ടാണ് എനിക്ക് സംരംഭം തുടങ്ങാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ് അതുകൊണ്ടാണ് എനിക്ക് സംരംഭം തുടങ്ങാൻ പറ്റാത്തത്. അങ്ങനെ പല കാരണങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ വീട്ടിലത്തെ ജോലി കഴിഞ്ഞിട്ട് ടൈം കിട്ടണില്ല, അല്ലെങ്കിൽ പുറത്തുള്ള കാര്യത്തിന് പോകണം, അങ്ങനെയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടാണ് ഞാൻ ഈ രംഗത്ത് ഈ നിലയിൽ എത്താൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉറച്ച തീരുമാനം, നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറൊന്നും ഒരു തടസ്സമല്ല, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമുക്കങ്ങനെ ഒരു പ്രശ്നം നേരിടണമെങ്കിലും അതിനനുസരിച്ചുള്ളൊരു ആളെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു വഴികളും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിലെ അഭിമാനകരമായ നേട്ടം എന്തെല്ലാമാണ്? എൻ്റെ ബിസിനസ്സിൽ അഭിമാനകരമായ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ചെറിയൊരു തയ്യൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് നമുക്ക് 10-15 മെഷീനോളം ഉണ്ട്, സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചെറുതായിട്ട് നമുക്കൊരു ചെറിയൊരു മെഷീൻ വാങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്നിടത്താണ് ഞാൻ ഇന്ന് ഒരു 1.5 ലക്ഷത്തിൻ്റെ മെഷീൻ അടക്കം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കതിന്ന് വരണ അതേപോലെ തന്നെ നമുക്ക് കുടുംബക്കാര്, വീട് പണി, മക്കളെ പഠിപ്പിക്കൽ, അങ്ങനെയൊക്കെ നമുക്കത് ആദായം ഇതെന്ന് കിട്ടിയിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പുറത്തെ ആൾക്കാരെ സഹായിക്കാനൊക്കെ പറ്റി എന്നുള്ളത് എനിക്ക് അഭിമാനം തന്നെയാണ്. കാരണം സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത്. ഭാവിയിൽ ബൊട്ടീക്കിനായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഭാവിയിൽ നമുക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് സാരികളായാലും ചുരിദാർ മെറ്റീരിയലുകളായാലും ഒരു വെറൈറ്റി തുണികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് കൂടുതൽ പുറം സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള ഓരോ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം എന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്ക് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും തന്നെയാണ്. കാരണം പണം നമുക്ക് ആവശ്യമാണെങ്കിൽ പോലും അതിലുപരി നമുക്ക് ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത. പാർലർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. 3 വർഷമായി. എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളെ ഒരുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ആഗ്രഹം നമുക്ക് ജീവിത സാഹചര്യത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് ഞാനത് പോയി പഠിച്ചു കഴിഞ്ഞ് വന്ന് ഒരു പാർലർ ഇട്ടു. അത് നന്നായി വിജയിച്ചു പോകും.
ഈ എൻ്റെ മകൾ സുനിത. പിന്നെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 17 വർഷമായി. ഇതിൻ്റെ ചരിത്ര മേഖലകളിൽ അവൾക്ക് പൊതുവെ ഒരു എംപ്ലോയി എന്നുള്ളതിലുപരി അവൾക്കൊരു ബിസിനസ്സുകാരിയാവണം എന്ന ഒരു ഉണ്ടായിരുന്നു. അത് സക്സസ്സായി 17 വർഷം മുമ്പ് തുടങ്ങി ചെറുതായിട്ട് ഇപ്പം ഒരുവിധം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവളുടെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം കൊണ്ടും മാത്രമാണ്. ഇനി മേലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അച്ഛൻ. സ്റ്റാഫുകളെ ഒന്ന് വിളിച്ചാൽ അവരൊക്കെ എൻ്റെ സ്റ്റാഫുകളിലുള്ളതിനുപരി ഞാൻ അവരെൻ്റെ മക്കളെ പോലെയാണ് കരുതുന്നത്. കാരണം എൻ്റെ ഒരു ബിസിനസ് വളർച്ചയിൽ കൂടുതൽ പങ്കും അവർക്കാണുള്ളത്. കാരണം എൻ്റെ ഒരു സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിനും എന്നെ പിന്തുണച്ച് ഒപ്പം കൂടെ നിൽക്കുന്നവരാണ് അവർ. പിന്നെ അതേപോലെ ഇപ്പോൾ ചിലർ മാത്രമേ ഉള്ളൂ, ചിലർ ലീവാണ്. പിന്നെ ഇതിനു മുന്നേ പലരും വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ പോലും നമ്മൾ ഓർക്കണം. ഇത്രയും സ്ഥാപനം വളർത്തിയതിൻ്റെ പിന്നിൽ അവരുടെ കഷ്ടപ്പാടും കൂടി ഉണ്ട്. പലരും ഓരോ സ്ഥാപനം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, ചിലർ വിവാഹിതരായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-30ഓളം അതിലധികം വർക്കേഴ്സ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന കുട്ടികളാണ്. എല്ലാവരും എൻ്റെ കുട്ടികളാണ്. ഞാൻ ബിജി. ഞാൻ 3.5 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കസ്റ്റമർ വരാറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നന്നായി ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അവർ നല്ല സന്തോഷത്തോടു കൂടെയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പോവാറുള്ളത്. ഞാൻ ഷീജ. ഞാൻ 4 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യണേ. ഞങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് ചേച്ചി. ഞാൻ സെമീറ. ഞാനിവിടെ 16 വർഷത്തിൽ മീതയായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനും എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ അതും എല്ലാം ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. സുനന്ദ എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. സുനന്ദ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടിംഗ് ആണ്. വനിതകൾ തന്നെയാണ് സപ്പോർട്ടിങ് വേണ്ടത്. അതുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്യലുണ്ട്. ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഞാനിവിടുത്തിരിക്കുന്ന ഈ സാരി അടക്കം ഞാനിവിടുന്ന് മേടിച്ച സാരിയാണ്. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും സുനന്ദയ്ക്കും സുനന്ദയുടെ സ്റ്റാഫുകൾക്കും ഈ പാർലറിനും ബൊട്ടീക്കിനും എല്ലാറ്റിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തച്ചമ്പാറ അഞ്ജലി ബൊട്ടിക് എന്ന സ്ഥാപനം 17 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്കുള്ള ബ്രൈഡൽ മേക്കപ്പും അതിന് ആവശ്യമുള്ള ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ 17 വർഷത്തിൻ്റെ ഭാഗമായി അവർ വാർഷികം നടത്തിയിട്ടുണ്ടായിരുന്നു. തച്ചമ്പാറ സ്കൂളിൽ വെച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ ധരിച്ച് കുട്ടികളുടെ നല്ലൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഫാഷൻ ഷോയിലല്ല, കാണാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും പരിപാടി സൂപ്പറായി. എല്ലാവരും നല്ലതാണ് എന്നാണ് പറഞ്ഞത്. തച്ചമ്പാറയിൽ ഇങ്ങനെയൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. വനിതാ സംരംഭക എന്ന നിലയിൽ ചെറുതായി തുടങ്ങി ഈ വിധത്തിൽ ആക്കി തീർത്ത സുനന്ദ വളരെയധികം മിടുക്കിയും അഭിനന്ദനം അറിയിക്കുന്നു ആവുന്നു എന്ന്